السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان صدق الله العلي العظيم. الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين أما بعد. ബഹുമാനാദരവുള്ള രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ഇഷ്ടജനങ്ങൾ, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളിൽ സർവ്വരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വടക്കേ നേരോത്ത് നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും നാട്ടുകാരും ചേർന്നുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി COVID-19 കാരണം അതിൻ്റെ പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണെങ്കിലും ഹബീബായ നബി തങ്ങളുള്ള മഹബത്ത് ഓരോ മുസ്ലിമിൻ്റെയും ഓരോ മുഅ്മിനിൻ്റെയും ഹൃദയത്തിൽ രൂഢമൂലമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതുവഴിയായി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും നാം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ കലാപരിപാടികൾ അത് എല്ലാവിധ ആളുകളും ജനങ്ങളും രക്ഷിതാക്കളും ഒക്കെ ഒരുമിച്ച് കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകണമെന്നും പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല മായ്ച്ചു തരുമാറാവട്ടെ. അതുപോലെ രോഗികളായ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സംരംഭത്തിലേക്ക് നേർച്ചയാക്കിയും അല്ലാതെയും സംഭാവന ചെയ്തും കൊണ്ട് ഒരുപാട് ആളുകൾ നേർച്ച സംഭാവന നൽകിയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഹബീബായ നബി തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അതൊക്കെയും കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും ദുആ ചെയ്യണം, എല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما قرأناه مقبولة مرضية منا إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد. اللهم ارزقنا وارزق من له تعلق بنا في الدنيا زيارته مرارا وفي الآخرة وإياهم شفاعته ولا تحرمنا ولا إياهم رؤيته وأوردنا وإياهم حوضه المورود واشرنا وإياهم غدا تحت ظل لوائه المعقود
وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى أرواح مشايخنا وأساتذنا أساتذنا وإلى أرواح أهل الخير كلهم خصوصا إلى حضرات أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا وإلى أرواح من مات منا وإلى أرواح من دفنوا حوالي هذا المسجد خاصة وإلى أرواح من نبيناهم في قلوبنا اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار جناتك النعيم بحقهم يسر عسيرنا وسهل أمورنا وحصل مرادنا وقض حوائجنا واشف أمراضنا وآت ديوننا اللهم ارحم موتانا اللهم بارك لنا فيما أعطيتنا وبارك لنا فيما أنعمت علينا اللهم ادفع عنا كل بلياتنا يا ذا الجلال والإكرام اللهم وفق من أوصانا بالدعاء حج بيتك الحرام وزيارة قبر نبيك وحبيبك محمد صلى الله عليه وسلم مع الصحة والعافية والراحة والسلامة والقبول يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد الحمد لله. السلام عليكم ورحمة الله تعالى وبركاته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. ബഹുമാനപ്പെട്ട വടക്കേ നിരോത്ത് മഹല്ല് നിവാസികളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുള്ള ഓൺലൈൻ മത്സര പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്ന ദൗത്യമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനാഘോഷം മികച്ച രൂപത്തിൽ തന്നെ നമ്മുടെ മഹല്ല് ജമാഅത്തിൽ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയോട് നമ്മുടെ ഗൾഫ് പ്രതിനിധികൾ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അവർക്കുള്ള പ്രത്യേകമായ കൃതജ്ഞത ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ നാട്ടിൽ നിന്നുള്ള എല്ലാ ആളുകളും ഇതിനോട് വളരെ സന്തോഷത്തോടു കൂടി സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആളുകൾ ഒത്തുചേരലും ഘോഷയാത്രയും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ട് വേറിട്ട രൂപത്തിലാണ് ഇന്ന് നമ്മൾ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന് അന്നേ ദിവസം എല്ലാ വീടുകളിലേക്കും ഭക്ഷണം എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പരിപാടികൾ ഒന്നിനൊന്ന് മികച്ചതാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഉസ്താദുമാരെയും അണിയറ ശില്പികളെയും പ്രത്യേകമായി ഞാനിവിടെ അഭിനന്ദിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾക്കുള്ള രക്ഷ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടുത്തെ ശുപാർശ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നാളെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മഹല്ല് ജമാഅത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ, അതിന് എല്ലാവിധ സന്തോഷവും അവരെ പ്രത്യേകമായി അറിയിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. തൗഹീദേ നിന്റെ നറുമണമുലകിൽ താവിൻ പാതയിലേറ്റിടുവാൻ മണം പരന്നിടുവാൻ ദിനം നൂറുൽ ഹുദ ഉയർന്നിടട്ടെ. സത്യത്തിൽ ദീനിലെ നൗകനായിരിക്കാൻ സൽമാർഗ തേജസ് പാരിലുയർത്താൻ വഹീദിൻ നിയമങ്ങൾ ലോകത്തിനരുളാൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരാനും നാം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന എൻ്റെ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ ഓൺലൈൻ നബിദിന പരിപാടിയിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും പുതിയ കാല വായനകളും എന്ന കാലിക പ്രശസ്തമായ വിഷയമാണ്. ലോകത്തിലെ എല്ലാവിധ ജനങ്ങളും ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് നിർദ്ദേശിച്ച നല്ല ദർശനങ്ങൾ കാരണമായതുകൊണ്ടാണ് 5 സമയങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടി നാം വുളു എടുക്കുന്ന രീതി തന്നെ നോക്കിയാൽ മനസ്സിലാവും. കൈ കഴുകുമ്പോൾ വിരലുകൾ പരസ്പരം കൂട്ടിക്കഴുകണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് COVID-19 കാലഘട്ടത്തിൽ ഗവൺമെന്റ് നിർദ്ദേശവും അത് തന്നെയാണ്. ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് മാരകമായ അസുഖം വ്യാപിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുക, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന ദീർഘമായ വീക്ഷണം നാം ഇന്ന് കണ്ടിരിക്കുന്നു. ഇന്നത്തെ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ എല്ലാം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ എത്ര ഗൗരവമുള്ളതാണ്. വൃത്തി ഈമാനിന്റെ പകുതിയാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ വചനം ഇവിടെ പ്രസിദ്ധമാണ്. നാം നിത്യേന കാണുന്ന കാഴ്ചയാണ് COVID-19 എന്ന മഹാമാരി കാരണം എല്ലാ സ്ഥലങ്ങളും ശുചിത്വം കൈവരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം നമുക്ക് കാണാൻ കഴിയും. COVID-19 മഹാമാരിയിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല സലാമത്ത് നൽകി സന്തോഷമുള്ള ജീവിതം നടത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മക്ക മണ്ണിലുദയം മധുവമതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. മക്ക മണ്ണിലുദയം മധുവമതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. യാ റസൂല യാ ഹബീബ യാ സിദ്ദീഖുലേ സ്തുതി യാ ഹുസൂര യാ വസീറ യാ തലേ മഹോന്നതി. യാ റസൂല യാ ഹബീബ യാ സിദ്ദീഖുലേ സ്തുതി യാ ഹുസൂര യാ വസീറ യാ തലേ മഹോന്നതി. നബി മധുരിക മധുവമൃതമിൽ അഭയസുഖമിൽ ഇമനി കുളിര് മക്ക. മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. അന്ന് ഹിരയിൽ ജിബ്രീലടഞ്ഞ് വേദമന്ത്രവാക്യമേ ഇന്ന് ജഗമിൽ നബി സ്നേഹദീപമായ പ്രകാശമേ. ശത്രുനിഷ്ഠമായ നിഷ്കളങ്കമായ സന്നബി നിത്യസ്നേഹമായ സംഘഭൂമിക ത്വയ്ബാപുരി. പുണ്യ മണ്ണിൽ കവിതുരച്ച് ദൂതരിൽ സലാമുകൾ. മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. സ്നേഹനബിൽ അസ്ഹാബണിഞ്ഞ് ജീവിതം സമർപ്പിതം. ജ്ഞാനമവരിൽ ആദരവിൽ ധാർമ്മിക പ്രകാശിതം. മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. യാ റസൂല യാ ഹബീബ യാ സിദ്ദീഖുലേ സ്തുതി യാ ഹുസൂര യാ വസീറ യാ തലേ മഹോന്നതി. നബി മധുരിക മധുമൃതമിൽ അഭയസുഖമിൽ ഇമനി കുളിര് മക്ക. മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിലഭയം സുമസുഗതം നബി സൗഭഗം. അസ്സലാമു അലൈക്കും.
ഒളിചന്ദ്രാപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മുഹമ്മദ് ത്വാഹ ജനിച്ചതല്ലേ. ഒളിചന്ദ്രാപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മുഹമ്മദ് ത്വാഹ ജനിച്ചതല്ലേ. ഞാൻ നബി സലാം യാ റസൂൽ സലാം, ഹാത്തിമുൻ നബിയവരില്ലായിരം സലാം. ഞാൻ നബി സലാം യാ റസൂൽ സലാം, ഹാത്തിമുൻ നബിയവരില്ലായിരം സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മുഹമ്മദ് ത്വാഹ ജനിച്ചതല്ലേ. ഒളി തിളങ്ങിയ മണി വിളക്കത്ത് മതിയിലുമേകെ, തെളി പകർന്നിടും മഹിയിലകിലോ ഇതക്കനിയേ. ഒളി തിളങ്ങിയ മണി വിളക്കത്ത് മതിയിലുമേകെ, തെളി പകർന്നിടും മഹിയിലകിലോ ഇതക്കനിയേ. ത്വാഹ നബിയെ മലർ ത്വാജ നബിയെ, പ്രഭയെ തളിപ്പൂവിന്നൈകെ. നബിയെ മലർ ത്വാജ നബിയെ, താരപ്രഭയെ തളിപ്പൂവിന്നൈകെ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ദൂതർ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മുഹമ്മദ് ത്വാഹ ജനിച്ചതല്ലേ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നാം നബിദിനം ആഘോഷിക്കുകയാണല്ലോ. അതിനിടയിൽ ഞാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റിയാണ്. ഒരു ദിവസം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ വിറകെടുത്ത് സഹായിക്കുന്നു. അവർ മുസ്ലിം ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാവോ ഒന്നും ആയിരുന്നില്ല. അവർ സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നും, സ്വന്തം കൈകൊണ്ട് വസ്ത്രം തുന്നിപ്പിടിപ്പിക്കും, സ്വന്തം ആടിനെ മേയ്ക്കും, അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരും, സ്വന്തം ആടിനെ പാൽ കറക്കും എന്നിവ നല്ല സ്വഭാവങ്ങൾ മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്നത്. ഒരു ദിവസം മദീനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വരുമ്പോഴാണ് നബിയുടെ കണ്ണിൽ ഒരു ആട് വെട്ടത്. ആടിന്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് അതിനൊരു ചെവിയില്ല. കാരണം അത് അള്ളാഹുത്താല നബിയുടെ സ്വഹാബത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇറക്കിയതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ അടുത്ത് പോയി സ്വഹാബികളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സ്വഹാബികൾ അത് മടക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ഈ ആടിനെ ചെവിയില്ല, അതുകൊണ്ട് ഇതിനെ ആരാണ് ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്വഹാബി മുമ്പോട്ട് വന്ന് പറഞ്ഞു, നബിയെ, താങ്കളോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അത്? അപ്പോൾ സ്വഹാബി പറഞ്ഞു, നബിയെ, ഈ ചെവി മുറിഞ്ഞ ആടിനെ ആരാണ് ഏറ്റെടുക്കുക? ഇതിനെ നമുക്ക് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞു, പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അറുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സ്വഹാബി മുമ്പോട്ട് വന്ന് പറയുകയുണ്ടായി, നബിയെ, ഞാൻ ഇതിനെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞു, ഇത് അല്ലാഹു തആല ഇറക്കിയതാണ് നിങ്ങളെ പരിശോധിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിനോട് പറഞ്ഞു, സ്വഹാബിയെ, നീ എൻ്റെ ഒപ്പം സ്വർഗത്തിലെ കൂട്ടുകാരനായിരിക്കും. നീ എന്നോടൊപ്പം ആയിരിക്കും സ്വർഗത്തിൽ എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നാം എല്ലാവരും നല്ല മനസ്സ് കൊണ്ട് എല്ലാവരെയും സഹായിക്കുക. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മഹല്ല് ഭാരവാഹികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നാം ഇന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 5ാം ജന്മദിനാഘോഷവേളയിലാണല്ലോ. ഈ സമയത്ത് പ്രവാചകന്മാരിൽ പ്രിയങ്കരനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. നീനവ നാട്ടിലേക്ക് നബിയും റസൂലുമായി നിയുക്തനായ മഹാനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. വിഗ്രഹാരാധകരായ നീനവ നിവാസികളിലേക്ക് അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹത്തെ അവർ വ്യാജനായി ചിത്രീകരിക്കുകയും അതിക്രമിക്കുകയും
ത്തിലും മുഴുകുകയും ചെയ്തു. വർഷങ്ങളോളം ശ്രമം നടത്തിയെങ്കിലും അവരുടെ നിലപാടിൽ ഒരു മാറ്റവും കാണാതെ വന്നപ്പോൾ നിരാശനായ യൂനുസ് നബി അലൈഹിസ്സലാം നാടുവിട്ടു. യാത്രാമധ്യേ യൂനുസ് അലൈഹിസ്സലാം ഒരു കപ്പലിൽ കയറി. യാത്രക്കിടെ കടൽക്ഷോഭമുണ്ടായി. ചരക്കുകളെല്ലാം അവർ എടുത്തെറിഞ്ഞു. എന്നിട്ടും കപ്പൽ മുങ്ങുമെന്ന് വന്നപ്പോൾ ആളുകളെ കപ്പലിൽ നിന്ന് ഒഴിവാക്കണമെന്ന അവസ്ഥയായി. അതിനായി നറുക്കെടുപ്പ് നടത്തി. 3 തവണ നറുക്കെടുത്തിട്ടും 3ലും യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പേരു തന്നെ വീണു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്കെറിഞ്ഞു. അപ്പോൾ ഒരു വലിയ മീൻ വന്നു. ഒരു മീൻ അദ്ദേഹത്തെ വിഴുങ്ങി. മത്സ്യഗർഭത്തിൽ കിടക്കുന്നതിനിടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ മത്സ്യം അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരക്കേൽപ്പിച്ചു. മുത്തിനോടെന്റെ സലാമൊന്നു ചൊല്ലുവാൻ മലക്കുൽ മൗത്തന്റെ റൂഹ് പിടിക്കും മനസ്സുള്ളിൽ മോഹം നിറവേറ്റിത്ത അല്ലാഹ്. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ മുത്തിനോടെന്റെ സലാം ചൊല്ലുവാൻ റൗള ശരീഫിന്റെ ചാരെ പിറന്നില്ല റൈഹാൻ സുഗന്ധം വീശില്ല. റൗള ശരീഫിന്റെ ചാരെ പിറന്നില്ല റൈഹാൻ സുഗന്ധം വീശും ഇന്നലേറ്റില്ല. കനവിൽ കണ്ടില്ലേലും കൽബിൽ മുഖമില്ലേ കാരുണ്യം തീർത്തുള്ള നേതാവും നബിയല്ലേ. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ മുത്തിനോടെന്റെ സലാമും ചൊല്ലുവാൻ. മൗത്തിന്റെ നേരത്ത് ലോകം കരഞ്ഞില്ലേ ഉമ്മത്തിനെ ഓർത്ത് കണ്ണീരും വാർത്തില്ലേ. മൗത്തിന്റെ നേരത്ത് ലോകം കരഞ്ഞില്ലേ ഉമ്മത്തിനെ ഓർത്ത് കണ്ണീരും വാർത്തില്ലേ. സുബ്ഹാനിൽ ശുക്രോദി സ്തവയം സുതിർത്തില്ലേ സ്വർഗത്തിൻ മിഹ്റാബിൽ നാമം കുറിച്ചില്ലേ. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ മുത്തിനോടെന്റെ സലാമും ചൊല്ലുവാൻ. ആമിന ബീവിക്കൊന്ന എല ആയില്ലേ അബ്ദുള്ള തന്നു. മദീനത്തെ മലർ മണ്ണിൽ മരതകമണലിൻ്റെ കവിളിൽ ചൊണ്ടു ചേർത്തൊരു ചുംബനം കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ പാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീരെ പകർന്നാരെ മധുര സ്നേഹം നുകർന്നാരെ മദദിനായൊരു മധുഗാനം ഞാനുപൂരണ്ട്. മധുരമാണെന്നറിഞ്ഞാരെ മദത് പലരും പറഞ്ഞാരെ മഹബത്തിനായിരം ജന്മാശവും കേട്ട്
ത്വയ്ബാമീനാരത്തിൻ ചിത്രങ്ങൾ അന്മനം നിത്യം തീനാത്തടമേ ത്വാവിന്ദാനത്തിൻ നിത്യമില്ലിൻ തരങ്ങിത്തന്നിനാത്തടമേ മദീനത്തെ മലർ മണ്ണിൽ മരതകാമണലിൻ്റെ കവിളിൽ ചണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലെന്നെ പാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്നു ചെല്ലണം മോദിയും പൂണ്ട്. അസ്സലാമലൈക്കും. എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. ആ സവിധം പോലുപമായുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ? അതോന്റെ നൂറായി തുടങ്ങി അതിലോകമാകെ കറങ്ങി ആദം തൊട്ടാലങ്ങ് തിളങ്ങി അനൂറിൽ സർവം വിളങ്ങി. മരുഭൂമിയിൽ പൂത്തൊരു റോജ, മനം ഏറ്റൊരു സിറാജ. ഈ ജീവിതം ഒരു കൗതുകം, ഈ മാനവിൽ ഒരു പേടകം. ഈ ജീവിതം ഒരു കൗതുകം, ഈ മാനവിൽ ഒരു പേടകം. ഇഷ്കനബിയുള്ളിൽ കൂടണം, ഇലാസോടെ അവരെ തുടരണം. സല്ലി അലാ മുഹമ്മദി, ചൊല്ലിടുവാൻ സയ്യിദി, ചൊല്ലിടുവാൻ സയ്യിദി. സല്ലി അലാ മുഹമ്മദി, ചൊല്ലിടുവാൻ സയ്യിദി. ഹൃദയം സംഭവന്ദനം, ആ സദയം സുഖം കൊള്ളണം, ആ സദയം സുഖം കൊള്ളണം. എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. അസ്സലാമു അലൈക്കും. അയക്കാർന്ന പൂവാണോ, തിളങ്ങുന്ന താരകമോ, മാദീഹിൻ മനതാരിൽ വീശും കുളിർ കാറ്റോ, മുത്ത് റസൂലുള്ളാഹ് സത്യ ഹബീബുള്ളാഹ്. സലാമൻ അലൈക യാ സയ്യിദി ഷഫീഉള്ളാഹ്. മദീന അണയണം, ഹബീബിലായി ചേരണം. ഹൃദയങ്ങൾ പറയണം, അവിടം മയങ്ങണം. മുത്ത് റസൂലുള്ളാഹ് സത്യ ഹബീബുള്ളാഹ്. സലാമുൻ അലൈക യാ സയ്യിദി ഷഫീഉള്ളാഹ്, സയ്യിദി ഷഫീഉള്ളാഹ്. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. COVID-19 എന്ന ഈ മഹാമാരി നമ്മിൽ സാമൂഹിക അകലം തീർത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾ ഓൺലൈൻ വഴിയാണല്ലോ ആഘോഷിക്കുന്നത്. പള്ളികളും മദ്രസകളും പലവിധ വർണ്ണങ്ങളാൽ അലങ്കരിച്ച് ഘോഷയാത്രയിലുടനീളം നബിയുടെ മദ്ഹുകൾ പാടി ഒത്തൊരുമിച്ചിരുന്ന് മൗലിദ് പാരായണം ചെയ്താൽ ആ നബിദിനം നമുക്കിപ്പോൾ ഓർമ്മയിലാണ്. വരും വർഷങ്ങളിൽ അതിനേക്കാൾ മനോഹരമായ നബിദിനം ആഘോഷിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു തആല ലോക ജനതയെ അല്ലാഹു തആല രക്ഷിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം തുടങ്ങുന്നു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയും നബിമാരുടെ നേതാവുമായതുകൊണ്ട് തൗറാത്തിലും ഇൻജീലിലും മറ്റു വേറെ ഗ്രന്ഥങ്ങളിൽ നബിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമടുത്തപ്പോൾ വേദക്കാർ നബിയെ അന്വേഷിക്കാൻ തുടങ്ങി. ജനനത്തിന് തൊട്ടു മുമ്പായി മക്കയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ചില സംഭവങ്ങൾ ഉണ്ടായി. സംസം കിണർ കാലാന്തരമായി മണ്ണടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന് ഒരു സ്വപ്നത്തിലൂടെ ആ സ്ഥലം അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അദ്ദേഹം സംസം കിണർ പുനർനിർമ്മാണം നടത്തി. അബ്രാത്ത് രാജാവ് ആനകളുമായി വിശുദ്ധ കഅബാലയം പൊളിക്കാൻ വന്നു. ചൂട് കല്ലുകൊണ്ടെറിയുന്ന പക്ഷികൾ കൂട്ടം കൂട്ടമായി വിട്ടുകൊണ്ടായിരുന്നു അബ്രാത്തിന്റെ സൈന്യത്തെ അല്ലാഹു തആല നശിപ്പിച്ചത്. ഈ സംഭവം കഴിഞ്ഞ് 81-ാം ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയമായിരുന്നു അത്. നബി തങ്ങൾ 2.5 മാസം ഗർഭസ്ഥിതിയായിരുന്നപ്പോൾ പിതാവ് അബ്ദുള്ള എന്നവർ വഫാത്തായി. മാതാവ് ആമിന ബീവിക്ക് ഗർഭത്തിലും പ്രസവത്തിലും പല അത്ഭുതങ്ങളും ഉണ്ടായി. ഒരിക്കൽ അവരിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശത്തിൽ ഷാമിലെ ബുഷറ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരങ്ങൾ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവേളയിൽ വിഗ്രഹങ്ങൾ തലകുത്തിയിരുന്നു. രാജ്യക്കാർ അനേഹാര വർഷമായി കെടാതെ സൂക്ഷിച്ച് ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം അണിഞ്ഞുപോയി. ചിർക്ക് തകർത്ത് അതിന്റെ കേദരങ്ങൾ ജയിച്ചടക്കുന്ന പ്രവാചകൻ ജനിച്ചു എന്നതിന്റെ സൂചനയായിരുന്നു ഇതെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് നാഷിദ്. ത്വയ്ബ സ്നേഹമരം ഹക്കിൻ തീരം ത്വഹ സത്യസരം ഹൈറിൻ താരം. ത്വയ്ബ സ്നേഹമരം ഹക്കിൻ തീരം ത്വഹ സത്യസരം ഹൈറിൻ താരം. ശറഫുളിബാദ ശംസുൽ ഉദാ ശറഫുളിബാദ ശംസുൽ ഉദാ. ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിലെങ്കും നബിനിധി മാനസമായി. ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിലെങ്കും നബിനിധി മാനസമായി. ത്വയ്ബ സ്നേഹമരം ഹൈക്കിൻ തീരം ത്വഹ സത്യസരം ഹൈറിൻ താരം. ശറഫുളിബാദ ശംസുൽ ഉദാ ശറഫുളിബാദ ശംസുൽ ഉദാ. കനകസബീല ഹാത്തിം റസൂൽ കനിവിൻ പൊരുളാ കരളിലെ കനിയ. കനകസബീല ഹാത്തിം റസൂൽ കനിവിൻ പൊരുളാ കരളിലെ കനിയ. ആകെ പ്രകാശം ത്വഹ സലാം ആത്മവിലാസം തങ്കകലാം. ആകെ പ്രകാശം ത്വഹ സലാം ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിലെങ്കും നബിനിധി മാനസമായി. ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിലെങ്കും നബിനിധി മാനസമായി. ത്വയ്ബ സ്നേഹമരം ഹക്കിൻ തീരം ത്വഹ സത്യസരം ഹൈറിൻ താരം. ശറഫുളിബാദ ശംസുൽ ഉദാ ശറഫുളിബാദ ശംസുൽ ഉദാ. ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിലെങ്കും നബിനിധി മാനസമായി. അസ്സലാമു അലൈക്കും. രണ്ട് ലോകജായ വഹി ഹബീബുന പിണ്ടു ഞാനും സലാത്ത് സലാം നൂറുന. രണ്ട് ലോകജായ വഹി ഹബീബുന പിണ്ടു ഞാനും സലാത്ത് സലാം നൂറുന. മന്നവൻ മണ്ണിലേകിയ സമ്മാനമേ മന്ദഹാസം തുളുമ്പും മതിമുഖമേ. മന്നവൻ മണ്ണിലേകിയ സമ്മാനമേ മന്ദഹാസം തുളുമ്പും മതിമുഖമേ. മുത്തുമാണിക്യ കല്ലിനൊത്ത വാക്കുകൾ മുല്ലമന്ദാര ഗന്ധമുള്ള വീതികൾ. മുത്തുമാണിക്യ കല്ലിനൊത്ത വാക്കുകൾ മുല്ലമന്ദാര ഗന്ധമുള്ള വീതികൾ. രണ്ട് ലോകജായ വഹി ഹബീബുന പിണ്ടു ഞാനും സലാത്ത് സലാം നൂറുന. രണ്ട് ലോകജായ വഹി ഹബീബുന പിണ്ടു ഞാനും സലാത്ത് സലാം നൂറുന.
സ്വർഗ സന്ദേശ സന്തോഷ ദൂതേ നബി, സ്വപ്ന സായുജ്യം പോലെ ഉദിച്ചു നബി. സ്വർഗ സന്ദേശ ദൂതേ നബി, സ്വപ്ന സായുജ്യം പോലെ ഉദിച്ചു നബി. സത്യസാരം സമാധാന സാഗരം, നിത്യഹാരം സാഭിമാന പൂമരം. സത്യസാരം സമാധാന സാഗരം, നിത്യഹാരം സാഭിമാന പൂമരം. രണ്ട് ലോക ജയ വഹി ഹബീബുന, വീണ്ടു ഞാനും സലാത്ത് സലാം നൂറുന. രണ്ട് ലോക ജയ വഹി ഹബീബുന, വീണ്ടു ഞാനും സലാത്ത് സലാം നൂറുന. സ്നേഹനൂലെ ജമാലെ റസൂലെ നീതി, സ്വർണ്ണമാലെ കുറിച്ചിട്ടലാലെ മതി. സ്നേഹനൂലെ ജമാലെ റസൂലെ നീതി, സ്വർണ്ണമാലെ കുറിച്ചിട്ടലാലെ മതി. ഷൗക്ക് ദീപം കടന്നു മേലവാനിലും, ഷൗക്ക് ദേഹം അടുത്തതങ്ങ് അർശിലും. ഹക്ക് ദീപം കടന്നു മേനവാനിലും, ഷൗക്ക് ദേഹം അടുത്തതങ്ങ് അർശിലും. രണ്ട് ലോക ജയ വഹി ഹബീബുന, വീണ്ടു ഞാനും സലാത്തു സലാം നൂറുന. രണ്ട് ലോക ജയ വഹി ഹബീബുന, വീണ്ടു ഞാനും സലാത്തു സലാം നൂറുന. രണ്ട് ലോക ജയ വഹി ഹബീബുന, വീണ്ടു ഞാനും സലാത്തു സലാം നൂറുന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിദില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആണല്ലോ. അണ്ടക്കടാഹത്തിലെ സകല ചരാചരങ്ങളും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നെറുകയിൽ എത്തി നിൽക്കുന്ന സുദിനം. ഇത്തരം ഒരു പൊൻപുലരിയിലായിരുന്നുവല്ലോ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പൂജാതനായത്. അക്രമങ്ങളും അനാചാരങ്ങളും കുടികുത്തി വാണിരുന്ന കാലം. ജനിച്ചു വീണ കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ മാതാപിതാക്കളുടെ മുഖഭാവം മാറുകയായി. സന്തോഷത്തിന്റെ പൂമാലകൾ കളിയാടേണ്ട മുഖങ്ങൾ ദുഃഖസാന്ദ്രമാവുകയായി. കുഞ്ഞുമോളുടെ ആ പൊൻശരീരം ജീവനോടെ കുഴിച്ചു മൂടുകയായി. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലം. ഇവിടെയാണ് നന്മയുടെ, സ്നേഹത്തിന്റെ, ലാളിത്യത്തിന്റെ വിശ്വവിമോചകൻ ഉദയം ചെയ്തത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വെളുത്തവനെയും കറുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിപ്പിച്ചു. സ്വന്തം മക്കളെ യതീമക്കളുടെ മുമ്പിൽ വെച്ച് താലോലിക്കരുത് എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. സ്ത്രീകളെ ശാപമായി കണ്ടിരുന്ന കാലത്ത് നിങ്ങളിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത സ്വത്ത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ഇത്തരം ഒരു നേതാവിന്റെ അനുയായികൾ ആയത് എന്നതിനാൽ നാം അഭിമാനം കൊള്ളണം. അടുത്ത ജീവിതം നാം മാതൃകയാക്കണം. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു മരിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അടുത്ത കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നബിദിനമാണല്ലോ. ലോകത്തെ സൃഷ്ടിക്കാൻ കാരണദൂതനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം. ഈ അവസരത്തിൽ അവിടുത്തെ മതത്തിൽ നിന്നും അല്പം പറഞ്ഞ് ഞാൻ ചുരുക്കാം. അറിവ്, ശക്തി, ഭക്തി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രഭയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ അറിവും ഭക്തിയും അധികരിച്ചവൻ ഞാനാകുന്നു. കാരണം എനിക്ക് മുൻഗാമികളുടെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പേരുടെ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തങ്ങൾ പറയുകയുണ്ടായി.
സ്വഭാവ ഗുണത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ് എന്നാണ്. സാമൂഹിക നന്മയുടെ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപന്തിയിലായിരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ഇതര ജീവികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നബിയെ അയച്ചിട്ടുള്ളത് ലോകത്തിന് അനുഗ്രഹമായിട്ടാണ്. മരണാന്തര ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണം ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുമെന്ന് ഹദീസുകളിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പ്രവാചക പ്രേമികളായി ജീവിക്കാൻ നമുക്ക് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ഷഫീഅ യാ മുസമ്മിലരേ ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ഷഫീഅ യാ മുസമ്മിലരേ ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. മാസം റബീഇൻ സുദിനം അമ്പിളിവാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിനൊത്തു കുസുമകൾ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസം റബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്തു റസൂലിനെ ഒത്തു എറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്തു റസൂലിനെ ഒത്തു എറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നേർവഴിക്കാൻ മാന്ത്രിക ഇവര് നബിയിൽ സ്വർഗം പൂമലര് റബ്ബ് വാഴ്ത്തിയ സ്നേഹനിലാവ് ഹുബിൽ ഒഴുകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. മാസം റബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്തു റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. മഹിളകർക്കെന്നും മോചനം നൽകി മാന്ത്രിക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യനീതി മാനവതേക്കിയ മാനിവര് ദൈന്യശീലർ ധർമ്മപാലകനായവര് ലളിത ജീവിത പുൽകി ലോകം സ്വീകരിച്ചൊരു മാനിതര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. മാസം റബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്തു റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് നിഹാൽ.
പിരിശേറുന്നൊരു നബിയാണ്, പത്തനമാറ്റൊളിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭ ഒളി തെളിവാണ്, സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, പത്തനമാറ്റൊളി ചേരാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭ ഒളി തെളിവാണ്, സ്വർണ്ണക്കിരീടമാണിന്ന റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജർ ഹബീബുള്ളാഹ്, സ്വർണ്ണക്കിരീടമാണിന്ന റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജർ ഹബീബുള്ളാഹ്, വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചാമായുന്നു, മധുഹും ഉയരുന്നു, വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ശമായുന്നു, മധുഹും ഉയരുന്നു. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, പത്തനമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭ ഒളി തെളിവാണ്, പിരിശേറുന്നൊരു നബിയാണ്, പത്തനമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭ ഒളി തെളിവാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ആദിയില്ലല്ലാഹ് പടച്ച ആറ്റലായ നൂറേ, ആരമില്ലലങ്കരിച്ച അഹമ്മദ് റസൂലേ, ആദിയില്ലല്ലാഹ് പടച്ച ആറ്റലായ നൂറേ, ആരമില്ലലങ്കരിച്ച അഹമ്മദ് റസൂലേ, ആരംഭാപൂമുത്തേ ആകെ റഹ്മത്തോരേ, ആരംഭാപൂമുത്തേ
അസ്സലാമലൈക്കും. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മുറ്റത്തെ മുഖ്യ വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ആതിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ആതിമുൻ നബി അവരിൽ 1000 സലാം. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. ഒരു തിരഞ്ഞ മതവിലക്കന് മതയിലുമാകെ തെളിപകനുമായി മതവിലക്കനെ, ഒരു തിരഞ്ഞ മതവിലക്കന് മതയിലുമാകെ തെളിപകനുമായി മതവിലക്കനെ. താഹ നബിയെ വളർത്താജാനിരിയെ താലപ്പവെ തനിൻ പൂവിഞ്ഞവയെ, താഹ നബിയെ വളർത്താജാനിരിയെ താലപ്പവെ തനിൻ പൂവിഞ്ഞവയെ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. സുഖമലമണി തേച്ചിടുമല്ലേ ചിടുമതി വരാം നബി, സുഖമലമണി തേച്ചിടുമല്ലേ ചിടുമതി വരാം നബി. അയ്യുൽ ബശറേ നബി ആത്തിനിധിയെ അല്ലാഹുടെ ഖിയാമേ ഉമ്മദിയെ, അയ്യുൽ ബശറേ നബി ആത്തിനിധിയെ അല്ലാഹുടെ ഖിയാമേ ഉമ്മദിയെ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതപ്പി വന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദത്താഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ആതിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ആതിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ആതിമുൻ നബി അവരിൽ 1000 സലാം. ആതിമുൻ നബി അവരിൽ 1000 സലാം. ആദരക്കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ, അലമുൽ ഹുദാനിധി ലംഘം ജമാലെ. ആദരക്കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ. നബി നബി ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ, അലമുൽ ഹുദാനിധി ലംഘും ജമാല്. പാരിദിൻ പിരിശിൻ ലംഘി മദീന, പാലകൻ പ്രിയനിൽ തന്നേ നബീന, പാലൊളി വിതറും മുത്തേ ഹബീബെ, പാവന തീരം എൻ്റെ നസീബെ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ. സ്വാന്തനം വചനം സരണി സുവർഗം, ശാശ്വതം സുഹൃതം മദനി അനർഗം. ശാന്തിയായി തഴുകും മദ്ഹിൻ മധുരവും, സ്വാന്തനം മൊയ്യും നൂറിൻ സലാമും. ശാശ്വതം തഴുകും മദ്ഹിൻ മധുരവും, ശാന്തിയായി മൊയ്യും നൂറിൻ സലാമും. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വാഹ റസൂലെ,
ആ സ്വരം തരും വരം ഹൈറാം സബീലെ ആലമിൻ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാനിധി ലങ്കും ജമാല്. അസ്സലാമു അലൈക്കും. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റം ചേലാണ്, സുന്ദരവദനം പൂവ അഞ്ച് ഓളിത്തെളിവാണ്, സ്വർഗത്തിൻ രാജ സുന്ദരനാണ്, സ്വർഗീയ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്ന നബിയാണ്. മണ്ണിലുദയം മധുഅമൃതം നബി താരകം, സത്യദീനിലഭയം സുമസുകൃതം നബി സൗഭഗം. മക്ക മണ്ണിലുദയം മധുഅമൃതം നബി താരകം, സത്യദീനിലഭയം സുമസുകൃതം നബി സൗഭഗം. യാ റസൂല യാ ഹബീബ യാ ശികീങ്ങളെ ശ്രുതി, യാ ഹുസൂര യാ വസീറ യാ തലേ മകോന്നിധി. യാ റസൂല യാ ഹബീബ യാ ശികീങ്ങളെ ശ്രുതി, യാ ഹുസൂര യാ വസീറ യാ തലേ മകോന്നിധി. നബി മധുരിത മധുഅമൃതമില്ല പയ സുഖമിലിവന് കുളിരി മക്ക. മക്ക മണ്ണിലുദയം മധുഅമൃതം നബി താരകം, സത്യദീനിലഭയം സുമസുകൃതം നബി സൗഭഗം. അന്ന് ഹിറയിൽ ജിബ്രീൽ അണഞ്ഞ വേദാന്തവാക്യമേ, ഇന്ന് ജഗമിൽ നബി സ്നേഹദീപമായി പ്രകാശമേ. ശത്രുമിത്രമായ നിഷ്കളങ്ക മാനസം നബി, നിത്യസ്നേഹമാ വസന്ത ഭൂമിക തൊയ്ബാപുരി. പുണ്യമണ്ണിൽ കവിളുരച്ച് ദൂതരിൽ സലാമുകൾ, മക്ക മണ്ണിലുദയം മധുഅമൃതം നബി താരകം, സത്യദീനിലഭയം സുമസുകൃതം നബി സൗഭഗം. സ്നേഹനബിയിൽ അസ്ഹാബണഞ്ഞ ജീവിതം സമർപ്പിതം, ജ്ഞാനമവരിൽ ആറ്റലരുളി ധാർമ്മിക പ്രകാശിതം. ഹൃത്തിലേക്ക് തീ വെളിച്ചമേകിയ നേതൃത്വമേ, പുകളുകൾ കുറിച്ചിടുന്നു ഹിയ പരാപ്രയോജനം. മക്ക മണ്ണിലുദയം മധുഅമൃതം നബി താരകം, സത്യദീനിലഭയം സുമസുകൃതം നബി സൗഭഗം. അസ്സലാമു അലൈക്കും. ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്, ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്. ആമന്നാ ബിറസൂലില്ലാഹ് ത്വഹ നബീന ത്വഹ നബീന ത്വഹ നബീന ത്വഹ നബീന. പതക്കമല്ലേ പതക്കമല്ലേ ഷൗക്കല്ലേ തിളക്കമല്ലേ സല്ലല്ലാഹു ത്വഹ ത്വഹ നബീന നബീന. ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്, ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്. ആമന്നാ ബിറസൂലില്ലാഹ് ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്, ആദി ജ്യോതി നൂറുല്ലാഹ് അഹ്മദ് ഹാദി അബ്ദുല്ലാഹ്. ആമന്നാ ബിറസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മുത്ത് റസൂലിന്റെ റൗള കാണാൻ, മുത്തിനോടെന്റെ സലാം പറയാൻ, മൗത്തിന്റെ മുന്നേ ആ മണ്ണിലെത്താൻ, മന്നാനോടെന്നും ഇരക്കുന്നു ഞാൻ. അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ, അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ. അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ, അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ. ആയിരം താരക ശോഭയല്ലേ, അന്നിരുൾ കീറി മുറിച്ചതല്ലേ.
സിലാമിൻ മാണിക്യമല്ലേ, മുത്തക്കിങ്ങൾക്കെന്നും സയ്യിദല്ലേ. മുത്ത് സിലാമിൻ മാണിക്യമല്ലേ, മുത്തക്കിങ്ങൾക്കെന്നും സയ്യിദല്ലേ. മഹ്ശറ നാളിൽ ശഫാഅത്തല്ലേ, മിഹ്റാജിൽ നാഥനെ കണ്ടോരല്ലേ. മഹ്ശറ നാളിൽ ശഫാഅത്തല്ലേ, മിഹ്റാജിൽ നാഥനെ കണ്ടോരല്ലേ. മുത്ത് റസൂലിന്റെ റൗള കാണാൻ, മുത്തിനോടെന്റെ സലാം പറയാൻ, മൗത്തിന്റെ മുന്നേ ആ മണ്ണിലെത്താൻ, മന്നാനോടെന്നും ഇരക്കുന്നു ഞാൻ. അസ്സലാമു അലൈക്കും. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ. അടരും അന്നെൻ്റെ കൺകൾ, തളരുന്നെൻ്റെ കൈകൾ, ഇടരുന്നെൻ്റെ മൊഴികൾ. തേന്മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ, അലിമാൽ മൊഞ്ചു തന്നാൽ, ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ, ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ. അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ, ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ. അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം ഇരുളാർന്ന ഖബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടാമോ. ഇടുങ്ങും ഖബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ. അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ,
മൗത്തെന്നിലണയുന്ന നേരം. മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം. അരികിൽ വരാമോ ഹബീബേ, മൗത്തെന്നിലണയുന്ന നേരം. മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം. അസ്മുല്ല മലരി നബി നബി ഹബീബിയ, ഹസനത്തിൻ അസലി നബി നബി ഹബീബിയ. അസ്മുല്ല മലരി നബി നബി ഹബീബിയ, ഹസനത്തിൻ അസലി നബി നബി ഹബീബിയ. അത് മഹിയല്ല ബിയൽ മതമായി ഉദിച്ചുള്ള മധുരമിതാ. അഷ്ഹദ് കലിമ അലങ്കൃത പൊലിമ വിധിച്ചുള്ള മഹിമൈതാ. അസ്റുല്ല മലരി നബി നബി ഹബീബിയ, ഹസനത്തിൻ അസലി നബി നബി ഹബീബിയ. അഹദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയോ, അഹദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയോ. അമ്പിളിപ്പൂവേ നബിയാ, അമ്പരച്ചിന്തും നിധിയായി. അമ്പിളിപ്പൂവേ നബിയായി, അമ്പരച്ചിന്തും നിധിയായി. ശൃംഗാരലങ്കാര പുന്നാര മുത്ത് അസ്റുല്ല മലരി നബി നബി ഹബീബിയ, ഹസനത്തിൻ അസലി നബി നബി ഹബീബിയ. അസ്റുല്ല മലരി നബി നബി ഹബീബിയ, ഹസനത്തിൻ അസലി നബി നബി ഹബീബിയ. അസ്സലാമു അലൈക്കും. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്. ജന്മമിതില്ലണയാനാവൂലെ ഇവനോ ലഗൈഫ്. ആണ്ടുകളായിരം മുന്നേ പിറക്കാൻ ഭാഗ്യം നാഥൻ തന്നില്ല. ആ തിരുവട്ടം തൂകുവദനം ഇതുവരെ കനവിൽ കണ്ടില്ല. അഷ്റഫുൽ മുബശ്ശിറല്ല, അസ്ഹാബിൻ കണ്ണികളല്ല. എങ്കിലും അനുരാഗം അപദാനം പാടുന്നു, മദ്ഹോതുന്നു. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്. ജന്മമിതില്ലണയാനാവൂലെ ഇവനോ ലഗൈഫ്. അരികിലുറങ്ങും സിദ്ദീഖോരെ ഇവരുടെ വ്യസനം പറയൂലേ. അങ്ങ് പറഞ്ഞാൽ എന്തായാലും ത്വാഹ റസൂലും കേൾക്കൂലേ. സൗറിൽ നബിയോടൊരുമിച്ചു സൗബാൻ പഴുതേറയടച്ചു. സ്വർഗം പുൽകിയ പൂമലരെ പറയൂ ഇവരെ, ഉണരൂ പുലരെ. കൽബിൻ കഥനക്കഥയെല്ലാം തീർക്കൂ ത്വഹ. കനിവിൻ കടലോരത്തിവരെ ചേർത്താൽ ത്വഹ. ഉടലു പറിക്കുടവാളൂരി ഉശിരിന്നങ്ങ് കുതിച്ചില്ലേ. ഉന്നതമാം ഖുർആനിൻ വചനം മുത്തവരാക്കി തീർത്തില്ലേ. ദൂരെയെങ്ങോ ദൂരെ എറിഞ്ഞു ദൂതർ നബി അരികിലടഞ്ഞു. ദൂരെയെങ്ങോ ദൂരെ എറിഞ്ഞു ദൂതർ നബി അരികിലണഞ്ഞു. സ്വർഗം പുൽകിയ പൂമലരെ പറയൂ ഇവരെ,
പുലരെ എന്നെങ്കിലും വന്ന വിധം വരെ വരണം നബിയേ. എരിയും നെഞ്ചിൻ നോവെല്ലാം തീർക്കൂ നിധിയേ. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ഷരീഫ്. ജന്മമിതില്ലണയാനാവോലെ ഇവനോ ലഗീഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ 2 വാക്ക് പറഞ്ഞ് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയരെ, സ്നേഹത്തിന്റെ മറുകൂടമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങളെ ചുംബിക്കാനും നബി തങ്ങൾ തന്റെ സഹചരോട് കൽപ്പിച്ചിരുന്നു. അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് മുത്ത് നബിയെ നാം വളരെയധികം സ്നേഹിക്കണം. നബി തങ്ങൾ കാണിച്ചു തന്ന രീതിയിലൂടെ നാം ജീവിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇത്തം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഖൈറുൽ വറാ നൂറുല്ലാ ഖമറുൽ ഹുദാ ഹരീനുല്ലാ നൂറൽവേ സല്ലല്ലാ നേരിലാവേ സല്ലല്ലാ ഉമ്മൽ ഖുറായില പുണ്യരെ ഉമ്മത്തിൻ തിങ്കളെ ശറഫുൽ ബശറെ തങ്ങളെ ഖൈറുൽ വറാ നൂറുല്ലാ ഖമറുൽ ഹുദാ ഹരീനുല്ലാ നൂറൽവേ സല്ലല്ലാ നേരിലാവേ സല്ലല്ലാ ഉമ്മൽ ഖുറായില പുണ്യരെ ഉമ്മത്തിൻ ഹബീബരെ ശറഫുൽ ബശറെ തങ്ങളെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാകുകയില്ലല്ലോ, വർണ്ണനയിൽ പൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാകുകയില്ലല്ലോ, വർണ്ണനയിൽ പൽക്കടലാണോ. അസ്സലാമു അലൈക്കും. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ കൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹബൂബൻ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബിയവരിൽ 1000 സലാം. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ
അസ്സലാമു അലൈക്കും. മക്ക ദേശത്തൊരു നാളിൽ പിറന്നൊരു പൂമുല്ല പുഞ്ചിരി തൂകും വദനവുമായി വന്ന് ഉദിച്ചൊരു പൂമുത്തേ, മുത്തിയ കാലത്ത് ഇരുളിൽ കയ്യും ദേശത്ത് അറിയാം വന്നൊരു മലരെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ വന്നത് ഒരു കൊച്ചു കഥ പറയാനാ. വിശാലമായ കടൽ, അതിലൂടെ ഒരു പായക്കപ്പൽ നീങ്ങുകയായിരുന്നു. അതിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ കുറേയായി യാത്ര തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കെ നല്ല കാറ്റും മഴയും. തിരമാലകൾ ഉയർന്നു. കപ്പൽ ആടി ഉലഞ്ഞു. ആൾക്കാരുകൾ പേടിച്ചു നിലവിളിച്ചു. ഒടുവിൽ കപ്പൽ പൊട്ടിത്തകർന്നു. അതിൽ മുത്തുനബിയുടെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അവരുടെ പേരെന്തായിരുന്നു അറിയാമോ? സഫീന എന്നായിരുന്നു. സഫീന റളിയല്ലാഹു അൻഹു കപ്പലിന്റെ ഒരു പലകയിൽ പിടിച്ചു. ആ പലക ഒഴുകി ഒരു ദ്വീപിലെത്തി. ദ്വീപിൽ ഒരു മനുഷ്യന് പോലും ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു കാടായിരുന്നു. ആ കാട്ടിൽ നിറയെ സിംഹവും പുലിയും കടുവയും പാമ്പും. അല്ലാഹ്, നിങ്ങൾക്ക് പേടിയാവുന്നു? സഫീന റളിയല്ലാഹു വിശക്കുന്നുണ്ട്. വല്ലതും കിട്ടിയോ നോക്കുമ്പോഴാണ് വിശന്നു വലഞ്ഞ സിംഹം അദ്ദേഹത്തിന്റെ നേരെ മുന്നിൽ വരുന്നു. ആ സിംഹത്തോട് പറയുന്ന ഒന്നും ചെയ്യരുത്, ഞാൻ മുത്തുനബിയുടെ സ്വഹാബിയാണ്. ആ സിംഹം ഒന്നും ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അടുത്ത കപ്പൽ വരുന്നവരെ കാവൽ നിന്നു. മുത്തുനബിയുടെ മഹത്വമാണ്. അല്ലാഹു മുത്തുനബിയോട് നമുക്ക് സ്നേഹം തരട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കതിരൊളിയാം കനകദീപം ഹാത്തിബുന്നബിയേ, കതിരൊളിയാം കനകദീപം ഹാത്തിബുന്നബിയേ, കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ, ഉലകിലകിലം പ്രകാശമേ ഉദയവന്റെ ദാനമേ, ഉലകിലകിലം പ്രകാശമേ ഉദയവന്റെ ദാനമേ. മക്കപ്പതിയിലന്നതാ മുഖ്യ കുറശി വീട്ടിൽ വന്നതാ, അക്കോളി ദീപം കൊണ്ടതാ. മുഖ്യ കുറശി വീട്ടിൽ വന്നതാ, അക്കോളി ദീപം കൊണ്ടതാ. ഹൃദവന്റെ അമ്പിയരാ അകമലരോ അമ്പിലിയ, അസ്സമുല്ല മലരി നബി നബി ഹബീബിയ, സനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ, അസ്സമുല്ല മലരി നബി നബി ഹബീബിയ, സനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ. സുവദ് മഹിൽ അബിയൽ മദമായി ഉദിച്ചുള്ള മഹിമൈദ, അശ്വദ് കലിമ അലങ്കൃത പൊലിമ ഇതച്ചുള്ള മധുരമിത. ബരത്തെ അമ്പിളി പോലെ മഞ്ഞിലെ മതി ഹൈറുള്ള, അമ്പരത്തെ അമ്പിളി പോലെ മണ്ണിലെ മതി ഹൈറുള്ള. സുഹൃത ബദര സല്ലല്ലാഹ് സുഹൃത മലരെ നൂറുള്ള, സുഹൃത ബദര സല്ലല്ലാഹ് സുഹൃത മലരെ നൂറുള്ള. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, അയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണകയിൽ പാൽക്കടലാ
നീലരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണകയിൽ പാൽക്കടലാണോ. അസ്സലാമു എനിക്കെൻ്റെ ത്വാഹാൻ്റെ പൂവതനം കാണണം. എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം. ഒരു നാൾ മെഹബൂബെ എൻ കനവിൽ അണയണം. സവിധം വന്ന് നിന്ന് എന്നാശ തീർക്കണം. കവിതകൾ ഇശലുകൾ പാടിപ്പതിനൊരു മദീൻ പാട്ട്. അതരും നിറയും കൽബ് കുളിരുന്ന അസ്വരം കേട്ട് ഫിദാക്ക ഹബീബ ഉമ്മി യാ റസൂലല്ലാഹ് ഫിദാക്ക ഹബീബ ഉമ്മി യാ ഹബീബല്ലാഹ്. എനിക്കെൻ്റെ ത്വാഹാൻ്റെ പൂവതനം കാണണം. എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം. കുട്ടിക്കാലം തൊട്ട പൊന്നുമ്മയും പിന്നെ പൊന്നുപ്പയും കഥ ചൊല്ലി തന്നു. മക്ക മണൽ തരി കോരി തരി ഹബീബിൻ ചരിതം പറഞ്ഞു തന്നു. കുട്ടിക്കാലം തൊട്ട പൊന്നുമ്മയും പിന്നെ പൊന്നുപ്പയും കഥ ചൊല്ലി തന്നു. മക്ക മണൽ തരി കോരി തരി ഹബീബിൻ ചരിതം പറഞ്ഞു തന്നു. പള്ളിക്കൂടത്തിലെ ഇൽമിന്റെ ജ്യോതിസ് ഖുർആനിൽ തിന്നെ കാട്ടി നിന്നു. അമ്പർ മണം വിഷും തീർച്ചുള്ള എന്നെ എന്നുള്ളിൽ പതിഞ്ഞിരുന്നു. ഇന്ന് വസന്ത നാള് ആകാശത്തുനിന്ന് താഴെ വരുന്ന നാള്. ഇന്ന് വസന്ത നാള് ആകാശത്തുനിന്ന് താഴെ വരുന്ന നാള്. എനിക്കെൻ്റെ ത്വാഹാൻ്റെ പൂവതനം കാണണം. എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനാൻ്റെ പൂമോനെ ബാപ്പ അബ്ദുല്ലാൻ്റെ തേൻ മോനെ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനാൻ്റെ പൂമോനെ ബാപ്പ അബ്ദുല്ലാൻ്റെ തേൻ മോനെ. മക്കയിലെല്ലാവർക്കും അൽ അമിനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മക്കയിലെല്ലാവർക്കും അൽ അമിനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മുത്തു മുഹമ്മദ് റസൂലെ കൽബിൽ സത്തായ റസൂലെ. മദീന എന്നൊരു നാടുണ്ട്, അവിടെ എൻ്റെ ഹബീബുണ്ട്. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു ആമന്നാ റസൂലില്ലാഹ്. റബീഉൽ അവ്വൽ 12 മുത്ത് റസൂലിൻ പിറന്നാള്. നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യ മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുല്ല, ആമിന ബീബി പൊന്നുമ്മ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കഥ എന്ന് കേൾക്കുമ്പോൾ കാത് കൂർപ്പിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കഥ പറയാം. ഭക്ഷണക്കാര്യമാണിട്ടോ പറയുന്നത് എന്ന് വെച്ച് ആരും മാറ്റി കാണിക്കേണ്ട. നബിയും സഹാബികളും ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വന്നു. രസകരമായിരുന്നു അവരുടെ പരാതി. അവർ നബിയോട് ചോദിച്ചു, ഞങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയുന്നില്ല നബിയെ. നബി അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? കൂട്ടമായാണോ അതോ ഒറ്റക്കോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റക്കാണ് ഭക്ഷണം കഴിക്കല്. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ കൂടിയിരുന്ന് തിന്നു നോക്കൂ, വയറു നിറയും, വിശപ്പ് മാറും.
അത് മാത്രം പോരാ, ബിസ്മിയും ചെല്ലണം. എന്നാൽ ബർക്കത്തുണ്ടാകും. അവർക്ക് ആശ്വാസമായി. പിന്നെന്നും അവർ അങ്ങനെയായി. എന്താ, നാമും ഇങ്ങനെയൊക്കെയല്ലേ? എന്നാൽ അത് പാടില്ല. കൂട്ടത്തിൽ ഇരുന്ന് ബിസ്മി ചൊല്ലി കഴിക്കണം. അതിലാണ് ബർക്കത്ത്. എന്നാൽ ഞാൻ എൻ്റെ കഥ നിർത്തട്ടെ. കഥയുടെ പാഠം നിങ്ങൾ പഠിച്ചിരിക്കുമല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലഞ്ഞവർ ഉണ്ടവർ പുണ്യ സഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ, ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ്. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ, ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ്. ഈന്ത് പനയോലച്ചോട് ഹബീബരെ ഓരത്തവരിരുന്നു. ജീവിതം ആനബിയോലിലും നൽകി കരം വിരിച്ചേ നടന്നു. ഈന്ത പനയോലച്ചോട് ഹബീബരെ ഓരത്തവരിരുന്നു. ജീവിതം ആനബിയോലിലും നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിതമിലവരണിയും. അകമുണരും അനുഭൂതി നുറന്ന് റസൂലരെ അവരറിയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിതമിലവരണിയും. അകമുണരും അനുഭൂതി നുറന്ന് റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോലും സുഫയൊരുക്കിയ വെൺമുകില്, സൽമൊയ് മുത്തുകൾ കോർത്ത ഹസീസുകൾ നെഞ്ചിലെയൂതിയ രാസഹബ്, അനുപമ താരമസാതി സാത്വികര്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ, ഏറിൽ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാ. അസ്സലാമു അലൈക്കും. ആദരക്കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീല്, ആലമിൽ അനുഗ്രഹം നൂറെ കമാല്, അലമുൽ ഹുദാനിധി എങ്കും ജമാല്. നബി നബി ഉലകിൽ സലാം സലാം നിലാബ്, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രഭാതക പ്രഭുവേ പ്രശോഭനം നിദാനം. നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രഭാതക പ്രഭുവേ പ്രശോഭനം നിദാനം. പാരിതി പിരിശി തങ്കി മദീന, പാലകൻ തന്ന നബീന. ആദരക്കനിമരം ത്വാഹ റസൂല്, ആസ്വരം തരും വരം ഹൈറാം സബീല്, ആലമിൽ അനുഗ്രഹം നൂറെ കമാല്, അലമുൽ ഹുദാനിധി എങ്കും ജമാല്. അസ്സലാമു അലൈക്കും. അസ്സലാമു ഹൈറുൽ വറ നൂറുള്ള കമറുൽ ഹുദാ അമീനുള്ള നൂറൊളിവേ സല്ലല്ലാ, നേരെ നിലാവേ സല്ലല്ലാ. ഉമ്മുൽ ഖുറാനിലെ പുണ്യരെ, ഉമ്മത്തിൻ ഹബീബരെ, സ്നേഹത്തിൻ്റെ തിങ്കളെ, ശറഫുൽ ബശറെ തങ്ങളെ. മദ്ഹുകൾ പാടിടാം, മധു മധു മെഹബൂബിൻ വാഴ്ത്തിടാം. മുർസലിലെങ്ങും ആദരണേ എൻ മനസ്സിൻ മഹബൂബരെ, മധുനക്കടിയിൽ ഉണർന്നവരെ എൻ മനസ്സിൻ മഹബൂബരെ. ഹൈറുൽ വറ നൂറുള്ള ഖമറുൽ ഹുദാ അമീനുള്ള നൂറൊളിവേ സല്ലല്ലാഹ്,
ആശംസകൾ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഈമാനിൻ പാതയിൽ സുബ്ഹാനോട് കരങ്ങൾ നീട്ടി ഇൽമിൻ്റെ വഴിയിൽ ഞാൻ തക്ബീർ മുഴക്കുന്നു. ഇനിയുള്ള നാളിൽ അതിൽ നിന്നറിയാൻ വിധിയേകാനി സുബ്ഹാനെ ഇന്ന് ജന്മത്തിൽ. വിധിയേകാനി സുബ്ഹാനെ ഇന്ന് ജന്മത്തിൽ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലായിരങ്ങകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ. യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ. ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലായിരങ്ങകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ. യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ. ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തള നബിയോ. ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തള നബിയോ. ഹാശി വംശ ഖുറൈശി മലരെ ആലമുത്തം പുകഴ്ത്ത നൂറേ. ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയാനേ. ഹാശി വംശ ഖുറൈശി മലരെ ആലമുത്തം പുകഴ്ത്ത നൂറേ. ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയാനേ. ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊഴി സത്യചിന്തുമാണ്. ദൂതത്യാന്തമാവോളം താണ്ടി വന്നതിൽ പൊളിമതീർത്തിയാണ്. ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊഴി സത്യചിന്തുമാണ്. ദൂതത്യാന്തമാവോളം താണ്ടി വന്നതിൽ പൊളിമതീർത്തിയാണ്. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ. യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നബിദിന ആഘോഷിക്കുകയാണല്ലോ.
നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലാ അലാ ഖുലിഖിൻ അളീം, നബിയെ അങ്ങ് മഹത്തായ സ്വഭാവത്തിന് ഉടമയാണെന്നാണ്. എന്ത് നല്ല സ്വഭാവമായിരുന്നു എന്നറിയാമോ കൂട്ടുകാരെ മുത്തുനബിയുടേത്? ഒരു ചരിത്രം ഞാൻ പറയട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനസ് റളിയല്ലാഹുവും ഒരു വഴിക്ക് നടന്നു പോകവേ ഒരു ഗ്രാമവാസി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന പുതപ്പ് പിടിച്ച് ശക്തിയായി വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ അതിൻ്റെ പാട് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്രമിക്കാനോ കൊല്ലാനോ ഉദ്ദേശിച്ചിരുന്നില്ല. ഈ പിടിവലി സംഭാവന ചോദിക്കാനായിരുന്നു. അയാൾ പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും എനിക്ക് വേണ്ടത് തരാൻ കൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. കൂടെയുള്ളവരോട് അയാൾക്ക് വേണ്ടത് കൊടുക്കാൻ നിർദ്ദേശവും നൽകി. ഇതാണ് മുത്തുനബിയുടെ സ്വഭാവം. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് മാന്യമായി പെരുമാറുന്ന മാതൃകയാണ് മുത്തുനബിയുടേത്. മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിവർ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിവർ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമ. ഈന്തപ്പനയോല ചോടെ ഹബീബേരെ ഓരത്തവേരിയിരുന്നു. ജീവിതം ആനബിയോരിലും നൽകി കാര്യം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിലപിച്ചു ഹബീബര സവിധമിലവരണയും അകമുണരും അനുഭൂതി തുറന്നു റസൂലരവറയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബര സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്നു റസൂലരവറയും. സത്യവിളക്ക് മരത്തണലോരം സുഫയിറക്കിയ വെൺമുകില് സൽമുൽ മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലയൂതിയ രാസ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയിറക്കിയ വെൺമുകില് സൽമുൽ മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലയൂതിയ രാസ്വഹബ്. അനുപമ താര സ്വഹാബ സ്വാർത്ഥികര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഏറിയ നന്മകളേറ്റിയ കൽവി കേറിയോരമ്പുകളെ ദേഹി അലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർത്തി ഇര ഷഹീദുകളെ. നായിക താണ്ടി നാഥന് വേണ്ടി അവർ നിറവേറ്റിയ നന്മകളെ ജനത്തിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര്. നായിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള് ജനത്തിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര്. അതിശയകാര സ്വഹാബ സ്വാർത്ഥികര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഈ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിവർ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിവർ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം
السلام عليكم. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഒരു കൊച്ചു പ്രസംഗം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിനായി ഇറങ്ങി. അപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുകയുണ്ടായി. സഹിക്കാൻ കഴിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര പോയി. ത്വായിഫുകാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അങ്ങനെ പക്ഷേ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും കല്ലെറിഞ്ഞ് വേദനിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതാ കാണുന്ന മല അവരുടെ മേലിട്ട് അവരെ നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. തങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു അവരെ നശിപ്പിക്കാം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്തത്, അതുകൊണ്ട് അവരെ നശിപ്പിക്കേണ്ട. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇക്കാര്യം ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നല്ല സ്വഭാവം നമ്മുടെയും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നബി 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 ഉദവി സലാം സലാം നിലാവേ. നബി നബി ഉദവി കലം കലം നിലാവേ. പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. ആദരക്കണിമരം ത്വാഹ റസൂലിൽ ആസ്വദം തരും വരം ഖൈറാം സബീലിൽ ആലമിൻ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംഘും ജമാലേ. നബി 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 ഉദവി സലാം സലാം നിലാവേ. നബി നബി ഉദവി കലാം കലാം നിലാവേ. പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നബിൻ്റെ ജന്മദിനം ആയതുകൊണ്ട് ഒരു കഥ പറയാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റോഡ് കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു വെറുകുമായി വലിയൊരു വെറുകുമായി ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് കുത്തിരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ക്ഷീണിച്ച് കുത്തിരിക്കുന്നത്? അങ്ങനെ സ്ത്രീ പറഞ്ഞു, ഈ വെറുകുമായി വീട്ടിൽ എത്താനാവില്ലാന്ന്. അങ്ങനെ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തലയിലേക്ക് ആ വെറുക് എടുത്തു വെച്ച് വീട്ടിലേക്ക് യാത്ര പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാൻ ആരംഭിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ വല്ല നീ പെടരുതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാനാണ് മുഹമ്മദ് എന്ന്. നബി സല്ലല്ലാഹു മാപ്പും ചോദിച്ചു ഇസ്ലാമിലേക്ക് കടക്കുകയും ചെയ്തു. അസ്സലാമലൈക്കും. എൻ്റെ നബി പുണ്യ നബി
എല്ലാം അറിയും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, അഅദം സമദം അല്ലാഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സല്ലല്ലാഹു ആമന്നാ ബിറസൂലുള്ളാഹ്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീബി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, നബിയുടെ മരണം പുണ്യത്ത്. അസ്സലാമലൈക്കും. ആദരക്കനിമരം താഹ റസൂലെ, ആസൻ തരുവയം ഹൈറൻ തബീലെ, ആലമിനലുനഹം നൂറെ കമാലെ, അലമിൽ ഉദാനിരി ലെങ്കും ജമാലെ. ആദരക്കനിമരം താഹ റസൂലെ, ആസൻ തരുവയം ഹൈറൻ തബീലെ, ആലമിനലുനഹം നൂറെ കമാലെ, അലമിൽ ഉദാനിരി ലെങ്കും ജമാലെ. നബി നബി ഉലബിൽ സലാം സലാം നിലാവേ, നബി നബി ഉലബിൽ കലാം കലാം സ്വഭാവേ, പ്രഭമയം ഇതനം പ്രബന്ധ നിലായം, പ്രഭാതിക പ്രഭസോവര നിലായം. ആദരക്കനിമരം താഹ റസൂലെ, ആസൻ തരുവയം ഹൈറൻ തബീലെ, ആലമിനലുനഹം നൂറെ കമാലെ, അലമിൽ ഉദാനിരി ലെങ്കും ജമാലെ. പാലിരി പിരിത്തി ലങ്കി മദീന, പാലകൻ തന്ന പ്രേമിൽ തന്നാൻ നബീന. പാലൊളി വിതറും മുത്തെ ഹബീബ്, പാവന തീരം എൻ്റെ സസീബ്. നബി 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 ഉലബിൽ സലാം സലാം നിലാവേ, നബി നബി ഉലബിൽ കലാം കലാം സ്വഭാവേ, പ്രഭമയം ഇതനം പ്രബന്ധ നിലായം, പ്രഭാതക പ്രഭസോവര നിലായം. ആദരക്കനിമരം താഹ റസൂലെ, ആസൻ തരുവയം ഹൈറൻ തബീലെ, ആലമിനലുനഹം നൂറെ കമാലെ, അലമിൽ ഉദാനിരി ലെങ്കും ജമാലെ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. മദീനത്ത് മയങ്ങും നമരതകമായി വിളങ്ങും മെഹബൂബ് നബിയേ, സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനിവിൻ്റെ പുകുളൂരി മുഹമ്മദ് നബിയേ, സലാമലൈക സലാമലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്. അകല തൊയ്ബതി മദീനത്ത് 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 മയങ്ങും മെഹബൂബ് നബിയേ, സലാമലൈക സലാമലൈക. അകല തൊയ്ബതിക്ക് അണയാൻ കൊതിച്ചു ഞാൻ, ഈ അരികിലെത്ത മുത്ത് ആമോദിടാനിരച്ചു ഞാൻ. ആഗ്രഹങ്ങളാ മണ്ണിലേക്കൊഴിച്ചു ഞാൻ, ആക്കരം കുടിച്ചു കൂടെ ഹാദിമാകു ഞാൻ. നബി നബി മദദേ മുത്ത് മുഹമ്മദേ, മദീനത്ത് മയങ്ങും നമരതകമായി വിളങ്ങും മെഹബൂബ് നബി.
അലൈക്കും. അസ്സലാമു അലൈക്കും. അസർമുല്ല മലരി നബി നബി ഹബീബിയ അസനത്തിൻ നസലി നബി നബി ഹബീബിയ അസർമുല്ല മലരി നബി നബി ഹബീബിയ അസനത്തിൻ നസലി നബി നബി ഹബീബിയ അസുബദുമായി അബിയത് മതമായി ഉദിച്ചുള്ള മധുരമിത അഷ്ഹദ് കലിമ നിങ്കൃത പൊലിമ ഉദിച്ചുള്ള മധുരമിത അസർമുല്ല മലരി നബി നബി ഹബീബിയ അസനത്തിൻ നസലി നബി നബി ഹബീബിയ അഹദവന്റെ അമ്പിയരാം അകമലരോ അമ്പിലിയ അഹദവന്റെ അമ്പിയരാം അകമലരോ അമ്പിലിയ ചമ്പകപ്പൂവേ നബിയ ചമ്പക ചിന്തും നിധിയ ചമ്പകപ്പൂവേ നബിയ ചമ്പക ചിന്തും നിധിയ പുന്നാരലങ്കാര പുന്നാരമുത്ത് അസർമുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ റഹ്മത്തിന്റെ സബബ് നബി റഹ്മത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി തികാത്തിന്റെ തികവ് നബി അസർമുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ അസർമുല്ല മലരി നബി നബി ഹബീബിയ ഹസനത്തിൻ നസലി നബി നബി ഹബീബിയ. അസ്സലാമു അലൈക്കും. വെള്ളി നിലാപ്പോൾ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പക നീരിൻ ചണ്ടതുപോലെ ചെമ്മലർ യാസീനം വിളിയേ ചെമ്മലർ യാസീനം വിളിയേ വെള്ളി നിലാപ്പോൾ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പക നീരിൻ ചണ്ടതുപോലെ ചെമ്മലർ യാസീനം വിളിയേ ചെമ്മലർ യാസീനം വിളിയേ പാൽനില പോലെ ലംഘിടും നൂറേ ആലമായി തുന്നു നിറദീപം ചാർത്തുന്നു പാൽനില പോലെ ലംഘിടും നൂറേ ആലമായി തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നിലാപ്പോൾ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പക നീരിൻ ചണ്ടതുപോലെ ചെമ്മലർ യാസീനം വിളിയേ ചെമ്മലർ യാസീനം വിളിയേ മാമരങ്ങളോതി സലാമന്ത്യദൂതരെ മാല കോർത്തിടുന്നു പിന്നിൻ താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്പലർ നൂറേ ആരിലും പിരിശമേകും തങ്ക സിറാജേ മാമരങ്ങളോതി സലാമന്ത്യദൂതരെ മാല കോർത്തിടുന്നു പിന്നിൻ താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്പലർ നൂറേ ആരിലും പിരിശമേകും തങ്ക സിറാജേ പാൽനില പോലെ ലംഘിടും നൂറേ ആലമായി തുന്നു നിറദീപം ചായ്ത്തുന്നു വെള്ളി നിലാപ്പോൾ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പക നീരിൻ ചണ്ടതുപോലെ ചെമ്മലർ യാസീനം
40 തെളിഞ്ഞു അല്ല നൂറിൻ പൊലിവ് നായകൻ ഒളിച്ചൊരിവ് പുണ്യദൂതര് നന്മ തിന്മ വേർതിരിവ്